നമസ്കാരം ടൈറ്റൻസ്. നമസ്കാരം. ഞാൻ പ്രിയങ്ക. ഞാൻ അനിൽ. ഞാൻ ലവലൻ. ടൈറ്റൻസ്, ഇന്ന് രാവിലെ നിങ്ങൾ സെറ്റിൽ എത്തുന്നതിനായി എന്തെല്ലാം ചെയ്തു എന്നുള്ളതൊന്ന് ഓർത്ത് പറയാൻ പറ്റുമോ? ഞാൻ ബ്രഷ് ചെയ്തു, പിന്നെ ഫ്രഷായി, ആഹാരം കഴിച്ചു, എന്നിട്ട് പിന്നെ ട്രെയിൻ പിടിച്ചിങ്ങ് വന്നു. എന്നാൽ ഈ ജോലികളെല്ലാം എനിക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൈകളില്ലാതെ ചെയ്യേണ്ടി വന്നിരുന്നെങ്കിലോ? വളരെ ബുദ്ധിമുട്ടായിരിക്കും. ലൈഫിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും കൈകളില്ലാതെ ചെയ്യുക എന്നതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാലോ, ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കിയാലോ, കൈകളില്ലാത്ത ജീവിതം എങ്ങനെയിരിക്കുമെന്ന്. ഇമാജിൻ ചെയ്യല് തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വെറും ഒരു ഇമാജിനേഷൻ അല്ല, പകരം ഭാരതത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ യാഥാർത്ഥ്യമാണ്. ഈ അവസ്ഥയെ ഞങ്ങൾ കൂടുതൽ അടുത്തറിഞ്ഞത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് തന്റെ ദൈനംദിന കാര്യങ്ങൾ കൈകളില്ലാതെ ചെയ്യുന്നത് കണ്ടപ്പോഴാണ്. അവൻ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഇൻസ്പയർ ആയാണ് ഞങ്ങൾ ആലോചിച്ചത്, കൈക്ക് പകരം റോബോട്ടിക്സും AI-യും ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത്. ഈ ചിന്തയാണ് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി മാറ്റിയിരിക്കുന്നത് വിത്ത് റോബോബയോണിക്സ്. ടൈറ്റൻസ്, റോബോട്ടിക്സിനെയും AI-യെയും ചേർത്ത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഗ്രിപ്പി, നാച്ചുറൽ ബയോണിക് ഹാൻഡ്. അത് ശരിക്കും മനുഷ്യരുടെ കൈപോലെ തന്നെ തോന്നുകയും ചെയ്യും, എല്ലാ ജോലികളും ചെയ്യാൻ കഴിയുകയും ചെയ്യും. ടൈറ്റൻസ്, നിങ്ങളിപ്പോ എന്താണ് ചിന്തിക്കുന്നത്? പ്രോസ്തറ്റിക് ഫിറ്റ് മാത്രം മതിയോ എന്നാണോ? അല്ല, നമ്മുടെ നാട്ടില് ആക്സസിബിലിറ്റിയുടെയും അവയർനെസിന്റെയും ഇഷ്യൂസ് ഒരുപാടുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആളുകൾക്ക് ലഭിച്ചില്ലെങ്കിൽ ആളുകൾ എന്താണ് ചെയ്യുക? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മുഖേന ആളുകൾക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാൻ കഴിയും, അവിടെ പോയി ചെക്കപ്പ്, ട്രീറ്റ്മെന്റ്, അതുപോലെ ട്രെയിനിങ്ങും നടത്താം. ഇതെല്ലാം ഒരു ഇൻഡിക്കേറ്റർ പ്രോഗ്രാം മുഖേനയും നടത്താൻ പറ്റും. ഈ ജേർണിയിലൂടെ ഞങ്ങൾ കുറെ ആൾക്കാർക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അവർ തനിച്ച് തന്നെ ജോലികൾ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. ഗ്രിപ്പി അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതും ഞങ്ങളെ കൊണ്ട് കാണാൻ പറ്റി. ഈ മിഷനിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം കൈകോർക്കാൻ ഇഫ് യു ക്യാൻ പ്രൊവൈഡ് 1 crore ഓഫ് ഫണ്ടിംഗ് ഫോർ എ 6.7% ഈക്വിറ്റി. അപ്പോൾ പറയൂ ടൈറ്റൻസ്, ഞങ്ങളുടെ ഈ ശ്രമത്തെ ലോകത്തിന്റെ എല്ലാ കോണിലും എത്തിക്കുന്നതിനായി നിങ്ങൾ റോബോബയോണിക്സുമായി കൈകൾ കോർക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ടൈറ്റൻസ് ആൻഡ് പ്രതീക് ഞങ്ങളുടെ പല യൂസറുകളിൽ ഒരാൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മിസ്റ്റർ രാജ്കുമാർ. പ്ലീസ് ഇങ്ങോട്ട് വരാൻ പറയൂ. നമ്മുടെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നന്ദി. എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയിട്ടാണോ താങ്കൾക്ക് കൈ നഷ്ടപ്പെട്ടത്? എൻ്റെ പേര് രാജ്കുമാർ സിംഗ് ബത്തേൽ. ഞാൻ ഐഷോർ കമ്പനി ഇൻഡോറിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ആക്സിഡൻറ്റ് ഇൻഡോറിലാണ് നടന്നത്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ CNC മെഷീനില്ലേ, അതിൽ എൻ്റെ കൈ കുടുങ്ങിപ്പോയി. ടെക്നിക്കൽ പ്രോബ്ലം കാരണം മെഷീനിൽ പ്രശ്നം വന്നു. അതിൽ എൻ്റെ കൈ ഇങ്ങനെ കുടുങ്ങിപ്പോയി.